ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം ഒരുമിച്ച് ചെയ്യാൻ പോവാം. 11.1 ആണ് എക്സസൈസ്. ഒരുമിച്ച് ചെയ്യാൻ പോവാം. ഒരുപോലുള്ളതായതുകൊണ്ടാണ് നമുക്ക് ആദ്യം സിംപ്ലിഫൈ. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സിംപ്ലിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് വൺ -4 ഹോൾ റേസ് ടു 3. എന്താ ഇതിന്റെ അർത്ഥം? -4 എത്ര ടൈംസ്? 3 ടൈംസ് അല്ലേ? 4 into 4 16, 16 into 4 64. ഇനി സൈൻ കൊടുത്തേ. മൈനസ് ഡിജിറ്റ് വരുമ്പം അല്ലെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വരുമ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് പവർ. ഏതാണ്? ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവും, പവർ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവും. ഓഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 3 5 നിങ്ങൾക്കറിയാം. ഈവൻ എന്ന് പറഞ്ഞാൽ ഏതാ? 2 4 6 അങ്ങനെ. അപ്പം ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ എന്ത് വേണം? നെഗറ്റീവും. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ എന്നാകും? പ്ലസും. ഞാൻ ഇത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ പറയുവാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ. അപ്പം ഇവിടെ എന്നാ വന്നിരിക്കുന്നത്? ഓഡാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്നാണ്? -64. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സെക്കൻഡ് വൺ -3 into -2 the whole cube. മക്കളെ എപ്പോഴും മൈനസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ബ്രാക്കറ്റിൽ കൊടുക്കണം. മൈനസും ആ ഡിജിറ്റും കൂടെ ബ്രാക്കറ്റിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ ഇവിടെ -3 മാത്രമേ ഉള്ളൂ. -3 into -2 എത്ര ടൈംസ് ഉണ്ട്? -2 into -2 into -2 ഇത്ര പ്രാവശ്യം ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഒരുമിച്ചിട്ടു. ഇത് മാത്രം -3. അവരുടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ആരുമില്ല, അവർ മാത്രം ഇവിടെ കിടക്കട്ടെ. ഇനി ഈ 2 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ. ആദ്യം നിങ്ങൾ സൈൻ വിട്ട് കളയുക. മൈനസ് സൈൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. 2 into 2 4, 4 into 2 8. ഇനി നമുക്ക് സൈനിനെ പറ്റി ശ്രദ്ധിക്കാം. എത്രയാണ്? മൈനസിന്റെ പവർ എത്രയാണ്? ഓഡ് നമ്പർ. അപ്പൊ ആൻസർ എന്നായിരിക്കും? മൈനസ്. ഓക്കെ, ഇനി ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. സൈൻ അവിടെ കിടക്കട്ടെ. 8 into 3 24. ഇനി വന്നിരിക്കുന്ന ആരൊക്കെ തമ്മിലാ? മൈനസ് ഇൻറ്റു മൈനസ്. മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കറക്റ്റ് പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് എന്ന് ഇടണോ? വേണ്ട. ആൻസർ എത്രയാണ്? 24. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാ. ഓക്കെ, എനിക്ക് പറയാം, നിങ്ങൾ അത് പഠിച്ചു അല്ലെ? പ്ലസും മൈനസും ഞാൻ പറഞ്ഞ് നിങ്ങൾ പഠിച്ചില്ലേ? എനിക്കറിയാം നിങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ എടുക്കും പിള്ളേരല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. തേർഡ് വൺ -3 the whole square into -5 the whole square. ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നില്ല, ഇവിടെ വെച്ച് തന്നെ നേരിട്ട് അങ്ങ് എഴുതാൻ പോവാ. ഓക്കെ, 3യുടെ സ്ക്വയർ എത്രയാ? 9. നിങ്ങൾ വലിയ പിള്ളേരായില്ലേ? ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്തൊന്നും എഴുതുന്നില്ല, ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞ. നിങ്ങൾ എങ്ങനെ പറയുന്നത്? ഞാൻ അതുപോലെ എഴുതാം. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണോ? നിങ്ങൾ കമന്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അങ്ങനെ ചെയ്യാം. ഇനി ഇത് നോക്ക്. മൈനസിന്റെ പവർ ഏതാണ്? ഇതേത് നമ്പറാണ്? ഈവൻ നമ്പർ. നമുക്കറിയാം ഈവൻ നമ്പറിനെ നെഗറ്റീവ് ഇൻറ്റിജറിന്റെ ഈവൻ നമ്പർ ആണ് പവർ എങ്കിൽ നമ്മൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? പ്ലസ് ആയിരിക്കും. പ്ലസ് ഇടണോ? ഞാൻ ചുമ്മാ ഇട്ടു. ഇൻറ്റു. ഇനി 5ന്റെ സ്ക്വയർ ആദ്യം ചെയ്യുക. 5 into 5 25. ഇനി ഇവിടെ അത് തന്നെ ഈവൻ നമ്പർ ആണ് അല്ലെ? പവർ വന്നിരിക്കുന്ന ഈവനാ. അപ്പൊ മൈനസ് എന്നായിട്ട് മാറും? പ്ലസ്. ഇനി 25 into 9 എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പം 45 18 225 അല്ലേ? 225. ഇനി അടുത്തതും കൂടെ ചെയ്താൽ ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ. ഫോർത്ത് വണ്ണും കൂടെ അങ്ങ് ചെയ്തേക്കാം. -2 the whole cube into -10 the whole cube. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ 2നെ 3 ടൈംസ് ഇൻറ്റു 8. 2 into 2 4, 4 into 2 8. സൈൻ വേണം. ഇവിടെ പവർ ആരാണ്? ഓഡ് നമ്പർ ആണ്. അപ്പം നമ്മുടെ മൈനസ് സൈൻ മൈനസ് ആയിരിക്കും അല്ലേ? ഇൻറ്റു. ഇനി 10നെ ക്യൂബ് ചെയ്താൽ ഞാൻ പറഞ്ഞു ബേസ് 0s ഉള്ള 10 100 ഒക്കെ ആണെങ്കിൽ ഒന്നുമില്ല, നമ്മള് 1 എഴുതുക. പവർ എത്രയാണ്? 3 ആയതുകൊണ്ട് 3 0 ഇട്ട് കൊടുക്കുക. ഇവിടെ അത് തന്നെ. ഇവിടെ ഓഡ് നമ്പർ ആണ് പവർ. അപ്പൊ ആൻസർ സൈൻ എന്നായിരിക്കും? മൈനസ് ആയിരിക്കും. ഇനി 1000 into 8 8000. മൈനസ് ഇൻറ്റു മൈനസ് സൈൻ. നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, നിങ്ങൾ സൈൻ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ആദ്യം ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് മൈനസ് ആണോ പ്ലസ് ആണോ എന്നൊക്കെ അവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പൊ 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പ്ലസ്.
8,000. സിമ്പിൾ അല്ലേ മക്കളെ? നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് അല്ല, 8th വൺ. 8th വൺ ലാസ്റ്റ് ആണോ അല്ലേ? അതെ, 8th വൺ. നമുക്കതൊന്നും അതോടെ ചെയ്യാം. ഫസ്റ്റ് വൺ, 8th ഫസ്റ്റ് വൺ കമ്പയർ ചെയ്യാണ്. 2.7 × 10⁻12 ആണോ 1.5 × 10⁸8 ആണോ വലുതെന്ന് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും പോകണ്ട, ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് ഈ സംഖ്യകൾ നോക്കാം, പിന്നെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോം നോക്കാം. ആദ്യം ഇവിടെ നോക്കിയാൽ 2.7 1.5 ഇതിലാരാ വലുത്? നിങ്ങൾക്കറിയാം 2.7 ആണ് വലുത്. ഓക്കെ, ഇപ്പൊ ഇത് വലുതാന്ന് കിട്ടിയേ. ഇനി അടുത്തത് നമ്മൾ എക്സ്പോണൻഷ്യൽ പാർട്ട് നോക്കണം. ഇത് 10⁻12 10⁻8. അതായത് 10⁻12 എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഡിജിറ്റ് വരും? 12 ഡിജിറ്റ് വരും. അതായത് 10-ന് 12 പൂജ്യം ഇടുന്നതാണ്. 12 പൂജ്യമാണ് 10⁻12 എന്ന് പറഞ്ഞാൽ. 10⁻8 എന്ന് പറഞ്ഞാലോ? 10⁻8 എന്ന് പറഞ്ഞാല് 8 പൂജ്യം അല്ലേ? 80 കണ്ടോ? അപ്പൊ ഇതിലാരായിരിക്കും വരുന്നത്? 12 സീറോസ് വരുന്നതായിരിക്കും എന്തായാലും വലുത് ആണല്ലോ. നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് നോക്കുക, നമ്മുടെ ന്യൂമറിക്കൽ പാർട്ട് നോക്കുക. ഏതാ 2.7 ആണോ 1.5 ആണോ അതാണ് വലുതെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാറായിട്ടില്ല, അവരെ വലുതും തീരുമാനിക്കാറായിട്ടില്ല. അതിനുശേഷം നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം നോക്കുക, പാർട്ട് നോക്കുക. ഇവിടെ 12 എന്ന് പറഞ്ഞാൽ 12 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 8 എന്ന് പറഞ്ഞാൽ 8 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ ഇതാരാ വലുത്? 12 ഡിജിറ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് നേരിട്ട് ചുമ്മാ നിങ്ങൾ എഴുതാനുള്ളൂ, കൂടുതലൊന്നും നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും പോകുന്നില്ല. എന്നിട്ട് എഴുതുക 2.7 × 10⁻12 ഗ്രേറ്റർ ദാൻ 1.5 × 10⁻8 നിങ്ങൾക്ക് നേരിട്ട് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇവിടോട്ട് സൈഡിലോട്ട് നിങ്ങൾക്ക് എഴുതാം 2.7 × 10⁻12 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതാം 12 ഡിജിറ്റ് അല്ലേ? 1.5 × 10⁻8 എന്ന് എഴുതിയിട്ട് എഴുതാം 8 ഡിജിറ്റ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ വലുത് ഏതാണെന്ന് മനസ്സിലായത്. ഈസി അല്ലേ? നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചല്ലേ കാൽക്കുലേഷൻ ഒക്കെ ഒത്തിരി ചെയ്യാനുണ്ട്, സമയം ഒത്തിരി പോകുന്നല്ലേ? ഒന്നുമില്ല, നമുക്കൊന്ന് അടുത്തതും കൂടെ നോക്കിയാൽ സെക്കൻഡ് കണ്ടുകൂടെ നോക്കിക്കേ. 4 × 10⁻14 3 × 10⁻17. അപ്പൊ ആദ്യം ഏത് നോക്കണമെന്നാ ഞാൻ പറഞ്ഞേ? ആദ്യത്തെ ഈ പാർട്ട് നോക്കി 4ഉം 3ഉം. അപ്പൊ അതിലാരാ വലുത്? 4 ആ വലുത്. ഇവനാണോ വലുത്? ഇവിടെ നോക്കിയേ, ഡിജിറ്റൽ പാർട്ട് 10⁻14 14 ഡിജിറ്റ്. ഇവിടെ എത്രയാണ്? എക്സ്പോണൻഷ്യൽ പാർട്ട് 10⁻17 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഇതിലാരാ വലുത്? കണ്ടോ? ഇപ്പൊ നമ്മൾ ഇത് എഴുതിയാൽ തന്നെ 4 എഴുതിയിട്ട് എത്ര സീറോസോ കൊടുക്കത്തുള്ളൂ? 14 സീറോസോ കൊടുക്കത്തുള്ളൂ. എഴുതണോ ഞാൻ അങ്ങനെ 14 സീറോ? 6 8 10 11 14. പക്ഷെ ഇത് എഴുതിയിട്ട് ഞാൻ എത്ര സീറോസ് കൊടുക്കണം? 17 എണ്ണം കൊടുക്കണം. കണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരാ വലുത്? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ പാർട്ടായിട്ട് കിടക്കാൻ നോക്കണം, പിന്നെ എക്സ്പോണൻഷ്യൽ പാർട്ടി നോക്കിയിട്ട് അതിൽ ആരാണ് ഡിജിറ്റ് കൂടുതലുള്ളത് അവരായിരിക്കും വലുത്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ എഴുതും? 3 × 10⁻7 ഗ്രേറ്റർ ദാൻ 4 × 10⁻14. എളുപ്പമല്ലേ മക്കളെ? എല്ലാരും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുറെ ലോസ് ഉണ്ട്, അത് പഠിക്കണം. അതായത് എളുപ്പമാണ്, നല്ല രസമാണ് പഠിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഗം. എക്സ്പോണൻഷ്യലിലെ നമുക്ക് കുറേ ലോസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഓരോന്നും സെപ്പറേറ്റ് ആണ്. അപ്പൊ അത് നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇപ്പോഴേ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.